നമസ്കാരം സാർ. നമസ്കാരം. ജമ്മു കാശ്മീരിലെ ഈ ഭീകര ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ കടുത്ത നടപടി ഇന്ത്യ പല കടുത്ത നടപടികളിലേക്കും പാകിസ്ഥാനെതിരെ പോയിട്ടുണ്ട്. അപ്പോഴതാ അവർ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കുന്നു, ഷിംല കരാർ നിർത്തലാക്കുന്നു എന്നൊക്കെ പറയുന്നു. സാർ, ഈ ഷിംല കരാർ എന്നാൽ എന്ത്? അത് നിർത്തലാക്കിയത് കൊണ്ട് ഭാരതത്തിന്, ഇന്ത്യക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുന്നത് ഒന്ന് ചുരുക്കി പറയാം. ഈ ഷിംല കരാർ എന്നുള്ളത് 1971 പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ഉണ്ടാക്കുന്ന കരാറാണ്. ഇതിൽ പ്രധാനമായി 2 പോയിന്റുകളാണ് ഉള്ളത്. ഒന്ന്, വെടിനിർത്തൽ തുടരും എന്ന് പറഞ്ഞാൽ ഇനി മേലാൽ ഞങ്ങളെ വെടിവെക്കരുതേ എന്നുള്ളതാണ് ഒന്നാമത്തെ അഭ്യർത്ഥന. കാരണം യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു. അപ്പൊ പരാജയപ്പെട്ട പാകിസ്ഥാനെ ഇനി കടന്നാക്രമിക്കരുത്, ഇനി വെടിവെക്കരുത്. അതാണ് വെടിനിർത്തൽ തുടരണം എന്നുള്ള ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത്, ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധത്തിലേക്ക് പോകാതെ അത് ചർച്ചകളിലൂടെ പരിഹരിക്കണം. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഈ 2 പോയിന്റുകളുടെ എഗ്രിമെന്റ് ആണ് സിംല കരാർ എന്ന് പറയുന്നത്. അതായത് ഈ കരാർ എടുത്തു കളഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് ആർക്കാണ് അതിന്റെ ഗുണം എന്ന്. വെടിനിർത്തൽ തുടരണം എന്നുള്ളത് എടുത്തു കളയുന്നു എന്ന് പറഞ്ഞാൽ തുടരണ്ട, വെടിവെച്ചോളൂ എന്നാണ്. രണ്ടാമത്തേത്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ യുദ്ധം ചെയ്യുന്നരുത്, അതിനു മുമ്പ് ചർച്ചയിലൂടെ തീർക്കണം. അതും എടുത്തു കളഞ്ഞു. ആര്? പാകിസ്ഥാൻ തന്നെ എടുത്തു കളഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഒരു അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട, ചർച്ചയ്ക്ക് കാത്തു നിൽക്കേണ്ട, യാതൊരു രീതിയിലുള്ള മുന്നറിയിപ്പും കൊടുക്കണ്ട. എപ്പോ വേണമെങ്കിലും പാകിസ്ഥാനെ കടന്നാക്രമിക്കാനുള്ള ആ ഒരു അനുവാദം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ സെൽഫ് ഗോൾ അടിച്ചതാണ് ഇത്. എന്തിനാണ് അവർക്ക് ഇത് ചെയ്യേണ്ടത് എന്ന് പറയാം. ഇപ്പോ മറ്റുള്ളവര് തേങ്ങ ഉടയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ചിരട്ടയെങ്കിലും ഉടയ്ക്കണ്ടേ, പുറത്ത് ഒച്ചയിലും കേൾക്കണ്ടേ? അതിനു വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇത്. ഇതിന്റെ കാരണമുണ്ട്. ഈ ഷിംല കരാർ റദ്ദാക്കുന്നതിന് മുമ്പ് ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നു. ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി എന്ന പേരില് 1960 സെപ്റ്റംബർ മാസം 19 കറാച്ചിയിൽ വെച്ച് ഒപ്പിട്ടതാണ്. വേൾഡ് ബാങ്ക് ആയിരുന്നു അതിന് മധ്യസ്ഥത വഹിച്ചത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ അന്നത്തെ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് അതിൽ ഒപ്പുവെച്ചത്. അപ്പോൾ അതിലെ ആ ഒരു ട്രീറ്റിയുടെ, ആ ഒരു കരാറിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, 6 നദികൾ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒഴുകുന്നുണ്ട്. 6 നദികൾ. ഈ 6 നദികളും സിന്ധു നദിയുടെ പോഷക നദികളാണ്. ഇതിൽ 3 നദികൾ, രവി, സത്ലജ്, ബിയാസ് എന്നീ 3 നദികൾ ഇന്ത്യയുടെ ഭാഗത്ത് കിഴക്കോട്ട് ഒഴുകുന്നത് കൊണ്ട് കൂടുതലും ഇന്ത്യയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ആ 3 നദികളിലെ വെള്ളം ഇന്ത്യക്ക് ഉപയോഗിക്കാം. എന്നാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന സിന്ധു, ചിനാബ്, ജലം എന്നിങ്ങനെയൊക്കെയുള്ള നദികൾ, മറ്റു നദികൾ, അത് പാകിസ്ഥാന് അതിന്റെ വെള്ളം ഉപയോഗിക്കാം. ഇത് കണ്ടാൽ തോന്നും തുല്യമാണല്ലോ, 3 നദി പാകിസ്ഥാന്, 3 നദി ഇന്ത്യക്ക്. പക്ഷേ വസ്തുത അങ്ങനെയല്ല. സിന്ധു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഈ എല്ലാ നദികളുടെയും വെള്ളം അതിന്റെ 80% പാകിസ്ഥാന് കൊടുക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ ട്രീറ്റി. കരാർ അങ്ങനെയായിരുന്നു. 80%. 20% മാത്രമാണ് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിയുക. എന്തിനാണ് 80% പാകിസ്ഥാന് കൊടുത്തത്? ഒറ്റ കാര്യമേ ഉള്ളൂ, നെഹ്റുവിന് അന്താരാഷ്ട്ര തലത്തിൽ പേരെടുക്കണം. ഞങ്ങള് മുസ്ലിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു ഔദാര്യം ചെയ്തു കൊടുത്ത രാജ്യമാണ്, അതിന്റെ പ്രധാനമന്ത്രിയാണ് ഞാൻ എന്ന് പറഞ്ഞ് ആള് കളിക്കാൻ വേണ്ടി കൊടുത്ത പണിയാണ്. അന്ന് തന്നെ ഇക്കാര്യത്തിൽ വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ആ ട്രീറ്റിയിൽ തന്നെ 3 കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന്, പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ വെക്കണം. അതായത് ഈ കരാറിന്റെ മേൽനോട്ടം ഇത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമനന്റ് ഇൻഡസ് കമ്മീഷനെ വെക്കണം. രണ്ടാമത്തേത്, 3 ടയേർഡ് സിസ്റ്റം ഫോർ റിസോൾവിംഗ് ഡിസ്പ്യൂട്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉടലെടുക്കുകയാണ് എങ്കിൽ 3 തലത്തിലായിട്ട് അത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടി ഒരു 3 ടയർ സിസ്റ്റം ഏർപ്പെടുത്തണം. മൂന്നാമത്തേത്, ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ടു പാകിസ്ഥാൻ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്.
ടു പാകിസ്ഥാനാണ്, ടു ഇന്ത്യ അല്ല. അതായത് നമ്മൾ ഈ വെള്ളവും വിട്ടു കൊടുക്കണം, എന്നിട്ട് കാശും കൊടുക്കണം. എന്ത് വലിയ ആന മണ്ടത്തരമാണ് ഈ പൊട്ടൻ നെഹ്റു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അയാൾക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പേരെടുക്കണം. അപ്പോ ഞങ്ങൾ 80% വെള്ളം മുസ്ലിമിന് കൊടുത്തു, പാകിസ്ഥാന് കൊടുത്തു, എന്നിട്ട് അതിനുവേണ്ടി കമ്മീഷനെ വെച്ചു, അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി 3 ടയർ സിസ്റ്റം ഉണ്ടാക്കി. അതും കൂടാതെ ഈ വെള്ളം കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞാൽ കൊണ്ടുപോകാനുള്ള കാശെന്ന് പാകിസ്ഥാൻ ഇല്ല. കൊണ്ടുപോകാൻ കനാൽ ഉണ്ടാക്കണം, കൊണ്ടുപോകാൻ തടയണ ഉണ്ടാക്കണം, പിന്നെ ഡാം ഉണ്ടാക്കണം. പൈസ ഇല്ല. അങ്ങനെ പൈസ ഇല്ലാതെ വരുമ്പോ പൈസയും കൂടെ ഇന്ത്യക്കാർ അങ്ങോട്ട് കൊടുക്കണം എന്ന് പറയുന്ന തരത്തില് ഒരു ട്രീറ്റിയാണ് അന്ന് ഉണ്ടാക്കി. എന്ത് തിരുമണ്ടൻ ട്രീറ്റിയാണ് ഉണ്ടാക്കിയത്! മുസ്ലിമിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ട്രീറ്റിയാണിത്. അപ്പൊ അങ്ങനെയുള്ള ഈ 3 സംഗതി കൂടി, 3 കണ്ടീഷൻ കൂടെ ഈ സിന്ധു നദീജല കരാറിൽ ഉണ്ട്. ആ സിന്ധു നദീജല കരാറാണ് നമ്മളിപ്പോ ഏകപക്ഷീയമായി എടുത്തു കളഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ സിന്ധു നദീജല കരാറ് എടുത്തു കളയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, പാകിസ്ഥാന്റെ 90% കൃഷിയും നടക്കുന്നത് സിന്ധു നദിയിലെ വെള്ളം കൊണ്ടാണ്. 90% കൃഷി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ കൃഷി അസ്തമിക്കാൻ പോവുകയാണ്. മാത്രമല്ല ശുദ്ധജലം, കുടിവെള്ളം, ഇതെല്ലാം ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അതുമല്ല, അവരുടെ ജലവൈദ്യുത പദ്ധതികൾ ഈ വെള്ളം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഗോതമ്പ്, അരി, കരിമ്പ്, പഞ്ചസാര, പരുത്തി, ഇതിന്റെ എല്ലാം ഉൽപാദനം നിലയ്ക്കാൻ പോവാണ്. അതോടൊപ്പം അവിടുത്തെ വൈദ്യുതി നിലയ്ക്കാൻ പോവാണ്. കാരണം പ്രധാനപ്പെട്ട വൈദ്യുത കേന്ദ്രങ്ങൾ മുഴുവൻ ഇവിടെയാണ്. ഈ വെള്ളം ഉപയോഗിച്ചാണ് അവർ പ്രവർത്തിപ്പിക്കുന്നത്. അതും കൂടാതെ അവരുടെ ഗതാഗത മാർഗത്തിൽ ഈ വെള്ളം ഇല്ലാതായി കഴിഞ്ഞാൽ ജലഗതാഗതം മുടങ്ങാൻ പോവാണ്. അവിടുത്തെ കാർഷിക മേഖലയെ അതിജീവിച്ച് ഉപജീവിച്ച് കഴിയുന്ന അവിടുത്തെ വലിയ ജനവിഭാഗം പട്ടിണിയിലാകാൻ പോവാണ്. അപ്പോൾ അവർ സർക്കാരിനെതിരെ തിരിയും. നമ്മൾ ആവശ്യമില്ലാതെ പോയി ഇന്ത്യയെ കയറി ചൊറിഞ്ഞതിന്റെ ഫലമല്ലേ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് ഗവൺമെന്റിനോട് ചോദിക്കും. അവിടുത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിവരം കെട്ട, യാതൊരു ബോധവും ഇല്ലാത്ത, അസൽ പന്നി സ്വഭാവമുള്ള, അത്രയും ബുദ്ധിയുള്ള പട്ടാള മേധാവികളുടെ ഭരണമാണല്ലോ ഇപ്പൊ നടക്കുന്നത്. അവിടുത്തെ പ്രസിഡന്റും ഒക്കെ പേരിന് മാത്രമുള്ള പാവ പ്രസിഡന്റുമാരും ആണ്. അപ്പൊ പട്ടാളത്തിന് നേരെ അവിടുത്തെ ജനങ്ങൾ തന്നെ കലാപത്തിന് ഇറങ്ങുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ത്യ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. അതായത് ഇന്ത്യയിലേക്കുള്ള വിസ കൊടുക്കുന്നില്ല. ഉടനെ പാകിസ്ഥാൻ പറയാണ് പാകിസ്ഥാനിലേക്കുള്ള വിസ, പിന്നെ ഇവിടെ ഇന്ത്യയിൽ നിന്ന് ആരാണ്ട് പാകിസ്ഥാനിലോട്ട് പോകല്ലേ, അവിടെ ചെന്ന് പണിയെടുക്കാനോ, അവിടെ സ്കൂളിൽ പഠിക്കാനോ, കോളേജിൽ പഠിക്കാനോ, യൂണിവേഴ്സിറ്റി പഠിക്കാനോ, ഇവന് വല്ല യൂണിവേഴ്സിറ്റിയോ വല്ലതും ഉണ്ടോ? ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്ത ഇന്ത്യക്കാരന്റെ വിസ തടഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൻ ഇവന്റെ വിസയും കൊണ്ട് എവിടെ പോകാനാ? അപ്പോ അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ചിരട്ട ഉടയ്ക്കുന്ന ഒരു പരിപാടിയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ടുള്ള വിസ തടഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കേരളത്തിലെ ആശുപത്രി മുതൽ കാശ്മീരിലെ ആശുപത്രി വരെ ഉള്ള ആശുപത്രികളിൽ വന്ന് ചികിത്സിക്കുന്ന ആയിരക്കണക്കിന് പാകിസ്ഥാനികളുണ്ട്. കാരണം ഇവന്റെ ഒന്നും പാകിസ്ഥാനില് കൊള്ളാവുന്ന ഒരു ആശുപത്രി പോലും ഇല്ല. അസുഖം വന്നാൽ ചികിത്സിക്കണമെങ്കിൽ ഇവരൊക്കെ അതിർത്തി കടന്ന് ഈ ഭാരതത്തിലേക്കാണ് വരുന്നത്. ആ പരിപാടി അങ്ങ് നിന്നു. കൂടാതെ പലരും പണിയെടുക്കാൻ വേണ്ടി പാകിസ്ഥാനിൽ നിന്ന് ഭാരതത്തിലേക്കാണ് വരുന്നത്, അതും നിന്നു. അപ്പൊ ചികിത്സിക്കാൻ പറ്റിയല്ല, പഠിക്കാൻ പറ്റിയല്ല, പണിയെടുക്കാൻ പറ്റിയല്ല. മറ്റൊന്ന്, ഇപ്പോ പാകിസ്ഥാൻ തന്നെ പറഞ്ഞല്ലോ വ്യാപാര കരാർ നിർത്തിയിരിക്കുന്നു. വ്യാപാര കരാർ നിർത്തിയാൽ ആർക്ക് പോയി? പാകിസ്ഥാനിലെ പാവങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. അല്ലാതെ ഇന്ത്യയിലെ സാധനം ഒന്നും പാകിസ്ഥാനിൽ കൊണ്ട് വിൽക്കേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം അങ്ങോട്ട് കൊണ്ടുവന്നാൽ മേടിക്കാനുള്ള കാശും അവന്റെ കയ്യിലില്ല. അത്രയും പാപ്പരാണ് ഈ സാധനങ്ങൾ. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മൾ വിൽക്കുന്നത് ലോകം മുഴുവനാണ്, അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെയാണ്. ഇതൊന്നും മേടിക്കാനുള്ള പാങ്ങുള്ള ഒരു പാകിസ്ഥാനിയും അവിടെയൊന്നും ഇല്ല. അത്ര ദാരിദ്ര്യവാസികളാണ്. അതുകൊണ്ട് വ്യാപാര കരാർ റദ്ദാക്കിയാലും, വെള്ളത്തിന്റെ കരാർ റദ്ദാക്കിയാലും, പാസ്പോർട്ട് റദ്ദാക്കിയാലും, യാത്ര റദ്ദാക്കിയാലും, എന്ത് റദ്ദാക്കിയാലും അതിന്റെ മുഴുവൻ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് പാകിസ്ഥാൻ മാത്രമാണ്. അതുകൊണ്ട് ഈ 2 കരാറുകൾ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ നട്ടലൊടിക്കുന്ന കരാറുകളാണ്. ഈ 2 കരാറുകൾ റദ്ദാക്കിയതോടുകൂടി പാകിസ്ഥാന്റെ നട്ടലൊടിയുകയാണ്. ശരിക്കും പറഞ്ഞാൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു നയതന്ത്ര തലത്തിൽ എന്ന് പറയുന്നതാണ് ശരി. നയതന്ത്ര തലത്തിലുള്ള ഈ യുദ്ധം കൊണ്ട് തന്നെ പാകിസ്ഥാൻ ജനത ഇന്നത്തെ പാകിസ്ഥാനിലെ പട്ടാള ഭരണകൂടത്തിന് എതിരായി മാറുക തന്നെ ചെയ്യും. താങ്ക് യു സാർ, വിഷയത്തിൽ പ്രതികരിച്ചതിന്. താങ്ക് യു. താങ്ക് യു.